ഞങ്ങൾ താമസിച്ച അവിടെ താഴെ ഇരുന്ന് അൽഫാം കിട്ടുന്നൊരു ഹോട്ടലുണ്ടായിരുന്നു. പുള്ളി ചെസ്റ്റ് പീസ് മാത്രമേ കഴിക്കൂ. വേറെ ആൾക്ക് കിട്ടിയിട്ട് എനിക്ക് വേറെ ഏതെങ്കിലും കിട്ടണമെങ്കിൽ ഞാൻ അത് ചോദിക്കും, തരുമെന്ന്. തന്നില്ലെങ്കിൽ ഞാൻ ശപിക്കും. അതായത് പുള്ളി ഒരു ദിവസം പിണങ്ങിപ്പോയി, ചെസ്റ്റ് പീസ് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട്. ഒരാൾക്ക് 2 എണ്ണം തരത്തില്ലെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞ് ഞാൻ പോയിട്ട് ഒന്നുകൂടെ വരാം. എനിക്ക് എനിക്ക് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിന്നാണ് തോന്നുന്നത് ഈ കോണ്ടന്റ് ഒക്കെ ഐഡിയാസ് ഒക്കെ കിട്ടുന്നത്. ചെസ്റ്റ് പീസ് കിട്ടുന്ന ഹോട്ടലിൽ പോകും. നാളത്തെ കോണ്ടന്റ് ചെസ്റ്റ് പീസ്. ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു പ്രണയം, എനിക്ക് മാത്രമില്ലായിരുന്നു. ഇല്ല, റിയൽ ലൈഫിലുണ്ടോ പ്രണയം? ഞാൻ കമ്മിറ്റഡ് ആണ്. എന്റെ എൻഗേജ്മെന്റും കഴിഞ്ഞ് അടുത്ത വർഷം കല്യാണമോ. പ്രണയമായിരുന്നോ? ആ അതെ അതെ, ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നീട് അത് പ്രണയമാവുകയായിരുന്നു. എത്ര നാൾ പ്രണയിച്ചു? ഞങ്ങൾ 2-3 വർഷം. റൊമാൻറ്റിക് ഗൈസ്. അല്ലേ? അല്ല 90s 90 ആണോ? നമ്മളെ അറിയണ്ട, ആരും അറിയിക്കാൻ. ആരോടും പറയണ്ട. ഞാൻ മസാനി ശരിക്കും 2K ആണെന്നാണ് വിചാരിച്ചിരുന്നത്. അത് എന്റെ കൃത്യനിഷ്ഠമായ ജീവിതശൈലി, ഫിറ്റ്നസ്, ജിം, ഡയറ്റ് ഒക്കെ കൊണ്ട് തോന്നുന്നു. എനിക്ക് നല്ല പ്രായമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിയുമ്പോ മറ്റേ ക്യാമറമാര് മൈക്ക് കൊടുക്കുന്ന പുള്ളികൾ അങ്ങനെയല്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഹായ്, ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. സോ ഇന്നത്തെ എൻ്റെ ഗസ്റ്റുകൾ ഒരു വടക്കൻ പ്രണയ പർവം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി അതിൻ്റെ ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസ് ആണ്. സോ വെൽക്കം. നമസ്കാരം. നമ്മൾ ഈ ഒരു വടക്കൻ അല്ലെങ്കിൽ വടക്കൻ എന്ന വേർഡ് വരുന്ന സിനിമകളൊക്കെ ഭയങ്കര ഹിറ്റാണ്. വടക്കൻ സെൽഫി, വടക്കൻ വീരഗാഥ, വടക്കൻ, അതേപോലെ ഇപ്പൊ ഒരു വടക്കൻ പ്രണയ പർവം. ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടോ? പിന്നെ ഹിറ്റാവട്ടെ, അതിനാണ് കഷ്ടപ്പെടുന്നു. എങ്ങനെയുണ്ടായിരുന്നു വടക്കൻ പ്രണയ പർവം? ഒരു വടക്കൻ പ്രണയ പർവം ക്യാമ്പസ് മൂവിയാണ്. അപ്പം ശരിക്കും നമ്മൾ നന്നായിട്ട് എല്ലാവരും ഒന്നുകൂടെ ക്യാമ്പസിലേക്ക് വന്ന ഒരു ഫീൽ ആയിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു ആ ഒരു സിനിമ നമ്മളെല്ലാവരും. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ക്യാമ്പസിലേക്ക് തിരിച്ചു പോയത്? ഞാൻ ഓൾറെഡി ക്യാമ്പസിൽ പോയിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ ആദ്യത്തെയും അവസാനത്തെയും അങ്ങനെ ഞാൻ ക്യാമ്പസ് കോളേജിൽ പോയിട്ടില്ലായിരുന്നു. ഞാൻ വേറെ ടെക്നിക്കൽ കോഴ്സാണ് +2 കഴിഞ്ഞ് പഠിച്ചത്. അതുകൊണ്ട് എനിക്ക് ശരിക്കും കോളേജിലോട്ട് പോകുന്ന ഒരു ഫീലായിരുന്നു. അടിച്ചു പൊളിച്ചു. അത് ഒത്തിരി ആളുകളൊക്കെ ഉണ്ടായിരുന്നു, ഇവരെല്ലാം ഉണ്ടായിരുന്നു. ഭയങ്കര ഒരു കോളേജ് രസമായിരുന്നു. നിങ്ങൾ എല്ലാവരും സ്റ്റുഡൻസ് ആണല്ലേ? ട്രെയിലർ കാണുന്നല്ലേ? അപ്പൊ എത്ര നാൾക്ക് ശേഷമാണ് ഒരു കോളേജ് അറ്റ്മോസ്ഫിയർ? ഞാൻ കോളേജ് ഇപ്പൊ നമ്മൾ പ്രൊമോഷൻ ഭാഗമായിട്ട് പോകാറുണ്ടെങ്കിൽ സൂപ്പർ സെനിലേക്ക് ശേഷം റിയൽ ലൈഫിൽ കുറെ വർഷമായി, 10 വർഷം. അതിനുശേഷം വീണ്ടും ശരണ്യക്ക് ശേഷം ഇപ്പം ഈ പടത്തിലാണ്. അതില് മാഷാണെങ്കിൽ സ്റ്റുഡന്റ് ആയിട്ടാണ്. ഏതാ കുറച്ചുകൂടി അഭിനയിക്കാൻ ഈസി തോന്നിയത്? അഭിനയിക്കാൻ രണ്ടും ബുദ്ധിമുട്ട് തന്നെയാണ്. രണ്ടും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് കുറച്ചും കൂടി അന്ന് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. കൊറോണ സമയമായിരുന്നു ഇതിൻ്റെ ഷൂട്ട്. അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടും കുറേ നാൾ എന്താ പറയുക, ഇറക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. റിലീസായതും കൊറോണ സമയത്തായിരുന്നു. ഇതൊക്കെ ഈ പടത്തിനെ സംബന്ധിച്ചാൽ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് കണ്ണൂർ ഭാഗത്ത് പ്രോപ്പറായിട്ട് ഫുള്ള് നമ്മൾ ഷൂട്ടിനായിട്ട് പോണത്. അപ്പോൾ അവിടുത്തെ ഒരു ഏരിയയും പിന്നെ ഫുഡും കാര്യങ്ങളും ഞങ്ങളൊക്കെ ഷൂട്ടിംഗ് സമയത്തൊക്കെ എന്താ പറയുക വൈകുന്നേരങ്ങളിൽ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കലും. പിന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നമ്മുടെ ഇതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറായിട്ടുള്ള വിജയ് ഷേട്ടൻ സ്വന്തമായിട്ടൊരു ഹോട്ടലുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സീ ഫുഡിൻ്റെ മെയിൻ ഹോട്ടലാണ് A1 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് മിക്കവാറും സമയങ്ങളിലൊക്കെ അവിടെ നിന്ന് നല്ല കൂടുതലും അപ്പോൾ അങ്ങനെയൊക്കെ നല്ല ഓർമ്മകളാണ് ഈ പടത്തിന്. ഇപ്പോഴുണ്ട്. അവർക്ക് ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സ് 5-6 ഹോട്ടലുണ്ട് അവിടെ. ഇതൊരു A1 ഹോട്ടലിന്റെ പ്രൊമോഷനായി മാറിയിരിക്കുന്നു. ഇതില് മെയിൻ ക്യാരക്ടർ, എല്ലാരും മെയിൻ ക്യാരക്ടേഴ്സ് ആണ്. നായകൻ അല്ലേ? എങ്ങനെയുണ്ട്? സോറി, എങ്ങനെയുണ്ടായിരുന്നു ഇവരുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? എന്ന് വെച്ചാൽ എല്ലാവരും കോണ്ടന്റ് കിങ്സ് ആണ്.
നമ്മള് ഓൾറെഡി സോഷ്യൽ മീഡിയസിലൊക്കെ കണ്ട ആൾക്കാരാണ്. അപ്പൊ ഇവര് കൂടിയിരിക്കുമ്പോ ഇവര് കോണ്ടന്റ്സിനെ കുറിച്ചാണോ ഡിസ്കസ് ചെയ്യുക? അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഞങ്ങള് ചുമ്മാ ചളിയൊക്കെ അടിച്ച് അങ്ങനെ ഒരു രസമായിരുന്നു അവിടെ. അപ്പൊ ഞങ്ങളെല്ലാം ഒരുമിച്ചായിരുന്നു താമസിക്കുന്നതും. പിന്നെ ഷൂട്ടിന് രാവിലെ കാണും, വൈകിട്ട് റൂമില്, പിന്നെ പുറത്തു പോകുന്നു, അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഫുഡ് അടിക്കുന്നു. ഫുഡാണ് മെയിൻ അല്ലേ? ഞങ്ങൾ താമസിച്ച അവിടെ താഴെ ഇരുന്ന് അൽഫാമൊക്കെ കിട്ടുന്നൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അപ്പൊ വൈകിട്ട് അവിടെ പോകും. ചെസ്റ്റ് പീസ് മാത്രമേ കഴിക്കൂ. ഞാനതെ അങ്ങനെ ഇല്ല, വേറെ ആൾക്ക് കിട്ടിയിട്ട് എനിക്ക് വേറെ ഏതെങ്കിലും കിട്ടണമെങ്കിൽ ഞാൻ അത് ചോദിക്കും, തരുമെന്ന്. തന്നില്ലെങ്കിൽ ഞാൻ ശപിക്കും. അതെ, പുള്ളി ഒരു ദിവസം പിണങ്ങിപ്പോയി ചെസ്റ്റ് പീസ് കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട്. ആണോ? എനിക്കും ചെസ്റ്റ് പീസ് വേണം, ഞാൻ ലെഗ് കഴിക്കില്ല. എനിക്കും ഇഷ്ടമല്ല. പുള്ളിക്കും അത് തന്നെ വേണം. അപ്പൊ 2 ചെസ്റ്റ് പീസ് ചോദിച്ചപ്പോൾ പറഞ്ഞില്ല, അങ്ങനെ ഇവിടെ നിന്ന് തരില്ല. അത് പിന്നെ അവിടെ സീനായി. അതെന്താ 2 എണ്ണം തന്നാൽ ഒരാൾക്ക് 2 എണ്ണം തരത്തില്ലെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ പോയിട്ട് ഒന്നുകൂടെ വരാം. ആന്ന് ശരിക്കും പറഞ്ഞു. ഇപ്പൊ ഇതൊരാളല്ലേ, ഞാൻ പോയിട്ട് ഒന്നുകൂടെ ഞാൻ വേറൊരാളല്ലേ, അപ്പൊ എനിക്ക് തരുന്നൂടെ. എനിക്ക് എനിക്ക് ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിന്നാണ് തോന്നുന്നത് ഈ കോണ്ടന്റ് ഒക്കെ ഐഡിയാസ് ഒക്കെ കിട്ടുന്നത്. പിന്നെ അങ്ങനെ ഞങ്ങൾ കണ്ടില്ലാത്തപ്പോ ചെസ്റ്റ് പീസ് കിട്ടുന്ന ഹോട്ടലിൽ പോകും. നാളത്തെ കോണ്ടന്റ് ചെസ്റ്റ് പീസ്. പറ, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഇവർ ഈ ഇത്രയും മഹാനായ ആൾക്കാരുടെ കൂടെ? ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്തായിരുന്നു ഈ സെറ്റിൽ നിന്ന്? ഇത് ഫസ്റ്റ് മൂവി അല്ലേ? അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഒരെണ്ണം പറഞ്ഞാൽ മതി. എങ്ങനത്തെ ഇംഗ്ലീഷ് അതിപ്പോ നമുക്കൊരു അല്ലെങ്കിൽ സങ്കടം തോന്നിയൊരു നിമിഷം പറഞ്ഞാൽ മതി. വെറൈറ്റിയുടെ അങ്ങനെ സങ്കടം തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുകയാണല്ലോ, അപ്പൊ ഫാമിലിനെ മിസ് ചെയ്തിട്ട് അങ്ങനെ ചെറിയ സങ്കടം അല്ല. സെറ്റില് ഫുള്ള് അടിപൊളിയായിരുന്നു, സന്തോഷം. അത് തന്നെ. എനിക്കൊന്ന് 24/7 എന്റർടൈനർ ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അതെ അതെ, ഇവരൊക്കെ ഉള്ളപ്പോ എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഇവരുള്ളതിന്റെ ഒരു സങ്കടം. ഇവരിനി എല്ലാ ദിവസവും ഉണ്ടല്ലോ. എപ്പോഴും ഇവരുടെ കഴിയാന്ന് ആലോചിച്ചിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പം ഇത് ഒരു ക്യാമ്പസ് ലവ് സ്റ്റോറി പ്ലസ് പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ കോളേജിൽ പഠിക്കുമ്പോ പൊളിറ്റിക്സിലൊക്കെ ഉണ്ടായിരുന്നോ? തല്ല് വാങ്ങിയിട്ടുണ്ടോ? താല്പര്യം ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾ മുൻകൂട്ടി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് സാഹചര്യം കൊണ്ട് മുണ്ട് ബാൻഡായി മാറി. നമുക്കവിടെ ആ ഒരു പാർട്ടിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ മുണ്ട് കൊടുക്കണം. മുണ്ട് നടക്കും. പക്ഷെ ഒരു 5-10 ദിവസം മുണ്ട് കൊടുത്തിന്. പിന്നെ പാൻറ് എടുക്കേണ്ടി വന്നു. അത് സിനിമയിലെ കഥയാണോ പറയുന്നത്? ആവുമ്പം അത്യാവശ്യം ഫൈറ്റും പരിപാടിയൊക്കെ ആവുള്ളൂ. മുണ്ടെടുത്തോണ്ട് ലാലേട്ടനൊക്കെ ഫൈറ്റ് കാലഘട്ട സമയത്ത് സ്കൂൾ നീലയും വെള്ളയാണ് സ്കൂൾ ലൈനില് നമുക്ക് മുണ്ട് കൊടുക്കായിരുന്നു. പിന്നെ ആ മുണ്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ മാത്രമേ മുണ്ട് കൊടുക്കൂ. കാണാം, അത് യൂണിഫോമിൽ അംഗീകരിച്ചായിരുന്നു ഒരു സമയം. പിന്നെ പാന്റിലേക്ക് മാറേണ്ടി വന്നത് ആ സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട്. അതെന്താ പ്രശ്നം വരുമ്പോ അതാണല്ലോ അത് പോരുക. അതായത് കാലത്ത് ഈ പഠിക്കുന്ന സമയത്ത് ഈ നമ്മുടെ യൂണിഫോം ഉണ്ടല്ലോ, നീലയും വെള്ളയാണല്ലോ. അപ്പൊ ചിലര് മുണ്ടെടുത്തോണ്ട് അപ്പൊ അവരൊന്നും പറയാറില്ല നോർമലി, കാരണം അത് യൂണിഫോം അല്ലല്ലോ. എങ്കിലും അതൊന്നും ഒഴിവാക്കി വിടുമായിരുന്നു. പിന്നെ കുറച്ചാൾ കഴിഞ്ഞപ്പോ അത് മൊത്തത്തിൽ സ്ട്രിക്റ്റ് ആയിട്ട് അത് ഒഴിവായി. മുണ്ടെടുക്കാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പം രാഷ്ട്രീയ ആ ഒരു കുറച്ച് ദിവസം മാത്രമേ ഈ ഒരു പൊളിറ്റിക്സ്. രാഷ്ട്രീയം നമ്മുടെ നാടറിയാലോ, കണ്ണൂരാണ്. അങ്ങനെ വലിയ രാഷ്ട്രീയ പ്രവർത്തനമൊന്നുമില്ല. എനിക്ക് എല്ലാവരും ഒരുപോലെയാ. എനിക്ക് എല്ലാ രാഷ്ട്രീയക്കാരും. കണ്ണൂരൊക്കെ ഏതുതരം പൊളിറ്റിക്സിനാണെങ്കിലും ഭയങ്കര ഇതുള്ള ഒരു സ്പേസ് ആണല്ലോ. അപ്പൊ അങ്ങനെ അവിടെ കോളേജിലല്ലേ പഠിച്ചത്? അവിടുത്തെ കോളേജിൽ പഠിച്ചത്. അപ്പം എനിക്കങ്ങനെ ഇല്ല. എല്ലാ രാഷ്ട്രീയത്തിലും എല്ലാവരുമായിട്ടും നല്ല സഹോദരമാണ്. പിന്നെ എല്ലാവരോടും നല്ല സ്നേഹമാണ്. പിന്നെ മറ്റ് കോളേജിലൊക്കെ ഇപ്പൊ ആണെങ്കിൽ എല്ലാ പൊളിറ്റിക്സും ഉണ്ടായിരിക്കും. കണ്ണൂരൊക്കെ ആണെങ്കിൽ എല്ലാം ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, എല്ലാ സൈഡിൽ നിന്നും തീവ്രമായിരിക്കും. അതെ അതെ, എന്തായിരിക്കും ഭയങ്കര. അതെ, ചില കോളേജ് ഇന്ന സ്ട്രോങ് ആയിരിക്കും. കണ്ണൂരൊക്കെ ആണെങ്കിൽ എല്ലാവരും ഒരേപോലെ ഉള്ള വലിയ ക്യാമ്പസ് അല്ല, പൊളിറ്റിക്സ് ഭയങ്കര ശക്തമായിട്ടുള്ള ക്യാമ്പസ്. ഓക്കെ, ഈ കോളേജിൽ മിസ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ കോളേജ് റിയൽ ലൈഫില്. അപ്പൊ ഏതെങ്കിലും ഒരു മൊമെന്റിൽ തോന്നിയിട്ടുണ്ടായിരുന്നോ
ശരിക്കും എനിക്ക് കോളേജിൽ പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ വീട്ടിൽ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ അതെ, ഞങ്ങൾ പെട്ടെന്ന് ജോലി മേടിക്കുക എന്നുള്ളൊരു ഓപ്ഷനായിരുന്നു. അപ്പോൾ വേറെ ടെക്നിക്കൽ എന്തെങ്കിലും കോഴ്സ് പഠിച്ച് പെട്ടെന്ന് ഞാൻ പിന്നെ ഒരു 21 വയസ്സായപ്പോഴത്തേക്ക് ഇവിടുന്ന് പോയി. അപ്പോൾ പിന്നെ അതിനൊന്നും സമയം കിട്ടിയില്ല. എങ്ങനെങ്കിലും ജോലി സമ്പാദിക്കുക എന്നുള്ള ആ ഒരു പ്രഷറിലായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് പിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. എനിക്ക് ശരിക്കും എൻ്റെ കൂട്ടുകാരൊക്കെ പോയി, അന്ന് ഭയങ്കര വിഷമമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ബസ്സിലാണ് പോകുന്നത്. അത് ഭയങ്കര വിഷമമല്ലേ, അവര് കോളേജിന്റെ അവിടെ ഇറങ്ങും, ഞാൻ അല്ല മറ്റേ ടെക്നിക്കൽ കോഴ്സ് ആണല്ലോ. അപ്പൊ നമ്മൾ അവിടെ ഈ ഒരു അടിച്ചുപൊളി പരിപാടി ഇല്ല. എല്ലാവരും അവിടെ വരുന്ന എല്ലാവരും ജോലിക്ക് വേണ്ടിയിട്ടായിരിക്കും, പെട്ടെന്ന് ജോലി അങ്ങനെ കിട്ടാം, അങ്ങനെ അവിടെ ഇതുണ്ട് അങ്ങനെ ഒരു സെറ്റപ്പിൽ എല്ലാവർക്കും പഠിക്കുക, പെട്ടെന്ന് പഠിച്ച് പെട്ടെന്ന് ടെക്നിക്കലി ചിലരൊക്കെ 1 വർഷം പഠിച്ചിട്ട് പിന്നെ ഗൾഫിലേക്ക് അങ്ങനെയൊക്കെ പോകും. കുറച്ച് ചിലർക്ക് അങ്ങനെ ഇപ്പൊ 1 വർഷത്തിലെ കോഴ്സുകളുണ്ട്. അങ്ങനെ അപ്പൊ അവിടെ വരുന്ന എല്ലാവരും ഭയങ്കര എങ്ങനെ ജോലി അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലായിരിക്കും വരുന്നത്. പിന്നെ അവിടെ ഫീസ് കുറവായിരിക്കും, അങ്ങനെ ഒരു ആളാണ്. അപ്പോൾ പിന്നെ എനിക്ക് കോളേജിൽ പോകുമ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് കുറേ പേരൊക്കെ പോയി. അങ്ങനെ അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കോളേജിൽ പോകുമ്പോൾ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കോളേജിൽ പോകണം. അതിപ്പോ ഇവിടെ സഫലീകരിച്ചില്ലേ വടക്കൻ പ്രണയപർവ്വത്തിൽ. പിന്നെ കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും രസമുണ്ടായിരുന്നു. ക്ലാസ് നമ്മുടെ ഫുൾ ടൈം ഷൂട്ടിലെത്തപ്പോൾ ക്ലാസ്സിലൊക്കെ ആയിരുന്നു ഇരിക്കുന്നതും, അങ്ങനത്തെ പരിപാടിയൊക്കെ രസമായിരുന്നു. എന്റെ ഇതിലെ ക്യാരക്ടർ ഇപ്പൊ സ്റ്റുഡന്റ് ആന്ന് പറഞ്ഞല്ലോ, എങ്ങനെയുള്ളൊരു സ്റ്റുഡന്റ് ആണ്? പഠിക്കുകയാണോ അല്ലെങ്കിൽ അലമ്പായിട്ട് നടക്കുന്ന ഒരാളാണോ? ആവറേജ് സ്റ്റുഡന്റ്, ബാക്ക് ബെഞ്ചർ ആണോ? മിഡിൽ. JP എന്ന ഹീറോയുടെ സുഹൃത്തായിട്ടാണ്, പുള്ളിയുടെ ഒപ്പം ഫുൾ ടൈം ഉണ്ടാവും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഇയാൾക്കും സ്വന്തമായിട്ട് വേറൊരു പ്രണയമുണ്ട്, അതും സൈഡിലൂടെ പോകുന്നു. അങ്ങനത്തെ ഒരു നോർമൽ കോളേജിലൊക്കെ കാണുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പിള്ളേരുണ്ടാവില്ല പഠിക്കാൻ. ഞങ്ങൾ അങ്ങനെ ഉറപ്പന്മാരായിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ല, എന്നാ പഠിപ്പിച്ചിട്ടുമല്ല. അങ്ങനെയൊക്കെ ഒരു ഓളത്തിൽ പോകുന്ന ഒരു പരിപാടി. ഇതിലെങ്ങനെയാണ് അപ്പം ഇതേപോലെ തന്നെ ആ ഒരു ഓളത്തിൽ പോകുന്ന ഒരു ക്യാരക്ടറാണോ? JPക്ക് പൊളിറ്റിക്സ് ഇല്ല. അല്ല, JPക്ക് പൊളിറ്റിക്സ് ഉണ്ട്, നമുക്കില്ലാത്തുള്ളൂ. എനിക്ക് എന്റെ ക്യാരക്ടറൊന്നും. അതെ, അതൊക്കെ ഞാൻ മാറ്റിമറിക്കുന്നതാണ്. ഞാൻ ക്ലൈമാക്സ് ഒക്കെ പറയും കേട്ടോ. പ്രഷർ ചെയ്ത ക്ലൈമാക്സ് ഒക്കെ പറയൂ. എന്നെ നിർബന്ധിക്കരുത്. രാഷ്ട്രീയമുണ്ട്, പ്രണയമുണ്ട്, എല്ലാ ഫീലിങ്സും എനിക്ക് എന്നെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒരു ആക്ടർ എന്ന രീതിയിൽ, ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ എല്ലാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതേം പറഞ്ഞ കഥയായി പോകും, കഥ പിന്നെ ഫൈറ്റ് ഉണ്ട്, പാട്ടുകളുണ്ട്. ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു പ്രണയം, എനിക്ക് മാത്രമില്ലായിരുന്നു. ഇല്ല, റിയൽ ലൈഫിലുണ്ടോ പ്രണയം? ഞാനിപ്പോ കമ്മിറ്റഡ് ആണ്. എന്റെ എൻഗേജ്മെന്റും കഴിഞ്ഞ അടുത്ത വർഷം കല്യാണമോ. എൻഗേജ്ഡ് ആണല്ലേ? അതെ അതെ. ഓക്കെ, അടിപൊളി. ഞാൻ എന്താ ചോദിക്കാമെന്ന് പറഞ്ഞു. റിയൽ ലൈഫിൽ അപ്പൊ ഞാൻ പറയും ഉണ്ട്, അതാര അങ്ങനെയൊക്കെ പോവാന്ന് വെച്ചപ്പോ അവിടെ അതങ്ങ് തീർന്നു. എങ്ങനെയാ കണ്ടുമുട്ടി? പ്രണയായിരുന്നോ? ആ അതെ അതെ, ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നീട് അത് പ്രണയമാവുകയായിരുന്നു. എത്ര നാള് പ്രണയിച്ചു? ഞങ്ങള് 2-3 വർഷം. അപ്പൊ അടുത്ത വർഷം കല്യാണമാണ്. അതെ, പുള്ളിക്കാരി പുറത്താ വർക്ക് ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്കാരി ഇനി വരണം. ഫിലിംസിനൊക്കെ സപ്പോർട്ടോ? അതെ അതെ, എല്ലാത്തിലും സപ്പോർട്ടാ. പോസിറ്റീവ്നെസ് ഉണ്ടോ? ഇപ്പൊ ആക്ട്രസുകളുടെ കൂടെ കുറച്ചും കൂടി ഇങ്ങനെ ഇന്റിമേറ്റ് ആയിട്ട് അഭിനയിക്കുന്നത്? അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എനിക്ക് അങ്ങനത്തെ ഇഷ്ടമില്ല, അങ്ങനെ അവരൊന്നും പറയത്തൊന്നുമില്ല. തറയിലൊക്കെ ഇറങ്ങിയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് എന്തായാലും പുള്ളിക്കാരി കഴിഞ്ഞ ഇന്റർവ്യൂവിൽ എന്തോന്ന് പറഞ്ഞു. വെട്ടിയാർക്ക് ഏറ്റവും കൂടുതൽ ക്രഷ് തോന്നുന്ന ഒരു ആക്ട്രസ് ആരാ? ക്രഷ് തോന്നിട്ടുള്ളത് ഇപ്പോഴാ നേരത്തെ ഉള്ളതാണോ? ഇപ്പൊ ഉള്ളത് യങ്സ്റ്റേഴ്സില്, ഇപ്പൊ നമ്മുടെ കുട്ടീനെയൊക്കെ പോലെ ഇപ്പൊ ഉള്ളത് അന്നാബൻ. അന്നാബെന്നെയാണ് കൂടുതൽ ഇഷ്ടം. എന്താ അന്നാബെന്നെ ഇഷ്ടപ്പെടാൻ കാരണം? ഒരു കുടുംബം. എനിക്ക് അഭിനയം, കുമ്പളങ്ങി നൈറ്റ്സ്. അതല്ല, കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇഷ്ടമായത്, ക്രഷ് അടിച്ചത്. അന്നാബെന്റെ കൂടെ ആക്ട് ചെയ്യാനാണ് കൂടുതൽ ആഗ്രഹം? ആഗ്രഹമല്ല, അവരുടെ ആക്ടിങ് ഇഷ്ടമാണ്. അങ്ങനെ വേറെ ഒന്നുമില്ല. അല്ലാതെ ഇഷ്ടമാണെന്ന് മാത്രമേ ഉള്ളൂ. ലൈക്ക് അടിക്കാറുണ്ട്. ലൈക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, മെസ്സേജ് ചെയ്തിട്ടില്ല. ഏതെങ്കിലും ആക്ട്രസിന് മെസ്സേജ് ചെയ്തിട്ടുണ്ടോ? ആക്ട്രസിന് മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ഹായ് ഹലോ ഫാനാണ്. ഇല്ല, അങ്ങനെ അയച്ചിട്ടില്ല. ഇല്ലേ? നിങ്ങൾ അയച്ചിട്ടുണ്ടോ? അതെന്തായിക്കോട്ടെ.
അയക്കാൻ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനല്ലാതെ റിപ്ലൈ തരില്ലെന്ന് അറിയായിരുന്നു ആ സമയത്ത്. അതുകൊണ്ട് പിന്നെ ഞാൻ പെർഫോമൻസ് കണ്ടിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെ റിപ്ലൈ തരുമായിരുന്നെങ്കിൽ ആർക്ക് മെസ്സേജ് ചെയ്തേനെ? അങ്ങനെ എനിക്ക് പഴയ ശാലിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പഴയ അജിത്തിന്റെ ഭാര്യന് ശേഷം ഞാൻ പിന്നെ മെസ്സേജ് പുള്ളി കാറൊക്കെ ഓടിച്ചു അജിത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് പിന്നെ വൈഫിനെ അങ്ങനെ ഞാൻ പിന്നെ പെങ്ങളായിട്ടുണ്ട്. ബില്ലയൊക്കെ കണ്ടത് പിന്നെ പുള്ളി ബില്ലയൊക്കെ ഇറങ്ങിയത്. ഞാൻ പിന്നെ ആൾക്കാരുടെയൊക്കെ പെർഫോമൻസ് ഇഷ്ടമാകുമ്പോൾ മെസ്സേജ് ഇപ്പോൾ ഈ പണി ഇറങ്ങിപ്പോയ സാഗർ സൂരിക്ക അവർക്ക് മെസ്സേജ് അങ്ങനെ പെർഫോമൻസ് കണ്ട് ഇഷ്ടപ്പെട്ടു. ബാലൻസ് ചെയ്തു. ഇവിടെ ആർക്ക് മെസ്സേജ്? ഞാൻ നടിയുടെ പേര് ഞാൻ മറന്നുപോയി. നടിയുടെ അയച്ചിട്ടുണ്ട്, ഒരു നടിക്ക് അയച്ചിട്ടുണ്ട്. മറ്റേ കമ്മിങ് ഹോം എന്ന് പറഞ്ഞൊരു പടത്തിലൊരു ഹീറോയിൻ ഉണ്ട്. എൻ്റെ പണ്ട് ഞാൻ പഠിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടിരുന്ന പെൺകുട്ടിയുടെ ഒരു ചായ ഉണ്ട്, പക്ഷെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി. അങ്ങനെ അയച്ചു. പക്ഷെ ഇപ്പോഴൊന്നും വന്നില്ല. കുറച്ചു കാലം ഫോളോ ചെയ്തു, പിന്നെ ഞാൻ അൺഫോളോ ചെയ്തു. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സീൻ ഉണ്ടോ? നിങ്ങൾ ഇപ്പം അങ്ങനെയൊന്നുമില്ല. അതിനെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കാൻ സാധ്യതയില്ലല്ലോ. പിന്നെ വെറുതെ ഹോപ്പില്ല. ഇല്ല, ഞാൻ നമ്മളെ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്യാറുണ്ട്. നമുക്ക് ഇഷ്ടം അവർ എന്താണ് പുതിയ പരിപാടികൾ ചെയ്യുക, അങ്ങനെ അല്ലാതെ അങ്ങനൊന്നുമില്ല. അവർ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. തിരിച്ച് ഫോളോ ചെയ്തില്ലെങ്കിൽ കുറച്ച് അൺഫോളോ ചെയ്യാറുണ്ട്. ഇല്ല, അങ്ങനില്ല. ഇല്ല, ജാലിയാത്ത ലാലേട്ടനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. സെലിബ്രിറ്റികളാണ് പുള്ളി ഇവിടെ തിരിച്ച് ഫോളോ ചെയ്യണമെന്ന് അത് എൻ്റെ അഹങ്കാരമില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹം. ഞാൻ ഫോളോ ചെയ്തില്ലെങ്കിൽ അൺഫോളോ അടിച്ചോ. അത് പെൺപിള്ളേരെ അധികം അങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടോ? നമ്മുടെ ആക്ട്രസിനെ കുറിച്ചില്ലേ, ആക്ടേഴ്സിന് ക്രഷ് തോന്നിയ ആക്ടർ ആരാ? ക്രഷ് എനിക്ക് പണ്ട് എനിക്ക് ഞാൻ പറയൂല, ടോവിനോ തോമസിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പൊ ഇഷ്ടമാണ്. അങ്ങനത്തെ അതല്ല, ചെറുതായപ്പോ കുറച്ച് നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ആ ടൈമില്. മെസ്സേജ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, മെസ്സേജ് അയച്ചിട്ടൊന്നുമില്ല. മെസ്സേജ് അയച്ചതാ? മെസ്സേജ് ഒന്നും അങ്ങനെ അയച്ചിട്ടൊന്നുമില്ല. മെസ്സേജ് ഒന്നും അങ്ങനെ അയച്ചിട്ടില്ല. അത് നമ്മുടെ ഷമീ തിലകന്റെ മകൻ അഭിമന്യു തിലകയില്ലേ, പുള്ളിയുടെ ആക്ടിങ് കണ്ടിട്ട് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഞാൻ നേരത്തെ എനിക്ക് വസ്ത്രാര എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ബൊട്ടീക്ക് ഉണ്ട്. അപ്പൊ അതില് പുള്ളി ഇത് അതിന്റെ ഡ്രസ്സാണ് അതും കൂടി പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് പുള്ളി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പർച്ചേസ് ചെയ്തില്ല. അപ്പം ഞാൻ സിനിമ കണ്ടു. പുള്ളിയുടെ ഫസ്റ്റ് മൂവിയാണല്ലോ. അപ്പോൾ എന്താ നല്ലൊരു വില്ലനോട് നമുക്കൊരു ഇഷ്ടം തോന്നില്ലേ. അപ്പോൾ അങ്ങനെ ക്യാരക്ടർ വൈസ് എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പം ഞാനത് മെസ്സേജ് അയച്ചു. പിന്നെ ഈ കാര്യം പറഞ്ഞു എന്തേ പർച്ചേസ് ചെയ്യാതിരുന്നത്. ഓക്കെ. ഇപ്പോൾ ഇത് നമ്മൾ ട്രെയിലറൊക്കെ കാണുന്ന സമയത്ത് ഒരു വടക്കൻ പ്രണയപർവം കുറച്ചുകൂടി ഒരു പഴയ കാലത്തെ റൊമാൻസും പൊളിറ്റിക്സ് ഒക്കെ അല്ലെ, ഇപ്പോഴത്തെ ജെൻസി സംഭവം അല്ലല്ലോ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടോ? 90s ഇഷ്ടം, 90s പൊളിറ്റിക്സ്, 90s ക്യാമ്പസ്, 2K അതിപ്പോ 60കളിൽ അവര് കോസ്റ്റ്യൂമിന് മാത്രം വ്യത്യാസം. കാലഘട്ടകരമായ വ്യത്യാസങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ടല്ലോ. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അടുത്ത ഒരു ഇത് വരും. അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വേണം മഹത്തരമെന്നോ അവർ അങ്ങനൊന്നും ഇല്ല. കാലഘട്ടത്തിനനുസരിച്ച് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, എന്തെങ്കിലുമൊക്കെ മാറ്റാം. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അതെ, എന്റെ ലുക്ക് കണ്ട് എന്റെ രീതികൾ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇന്നോവയിൽ നമ്മള് ലുക്ക് കണ്ടിട്ടൊന്നല്ല, അങ്ങനെ ഒന്നല്ല. ഞാൻ ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോ വണ്ടിയിലിരിക്കുക, ഫ്രണ്ടിലാണല്ലോ പുള്ളി ഇരിക്കുക. അപ്പൊ സ്പീഡിലാ പോകുന്നത് വണ്ടി. അപ്പൊ പുള്ളി ഇങ്ങനെ പിടിച്ചിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് ഞങ്ങള് ചുമ്മാ പറഞ്ഞു. നമ്മള് ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ തോന്നാറുണ്ട് ചെറുതായിട്ട് ഫിറ്റ്നസ് കുറഞ്ഞ്. നമ്മള് പണ്ടിപ്പോ കളിക്കും, ബാറ്റ് ചെയ്യുന്നു, ഫീൽഡ് ചെയ്യുന്നു. അതനുസരിച്ച് ശാരീരികമായിട്ട് പ്രായം ചെറിയ ബുദ്ധിമുട്ടുകൾ നോർമലി ഉണ്ടാവും. നമ്മൾ ഓട്ടം, ഫീൽഡ് ചെയ്യും, ബോൾ എടുക്കാൻ പോകുന്ന എല്ലാത്തിലും വ്യത്യാസങ്ങൾ വരും. അപ്പൊ തോന്നാറുണ്ട് ശരീരത്തിന്റെ, അല്ലാതെ മനസ്സുകൊണ്ട് തോന്നിയിട്ടില്ല. ഈ പുള്ളി അടിക്ക് പറഞ്ഞിരുന്നു. ഇവരുടെ അവിടെ ഇതുണ്ട്, അവിടുന്ന് ഞാൻ മേടിക്കുന്നത് കൊട്ടൻ ചുക്ക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവര് ലുക്കിൽ മാത്രമേ ഉള്ളൂ, മനസ്സുകൊണ്ട് ഇവര് അതെ അതെ. എന്റെ ഫ്രണ്ട്സ് എല്ലാം അങ്ങനെയൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ പറയുന്നൊക്കെയല്ലേ. അതെ, അതോടെ ഇവർക്കൊക്കെ പുച്ഛൊന്നുമില്ല. ഞങ്ങൾക്ക് ഒരു പുച്ഛമില്ല. എന്തിനാ പുച്ഛിക്കുന്നതല്ലേ?
ഞാൻ കഴിഞ്ഞൊരു ഇന്റർവ്യൂവിന് കുറച്ച് 2K കിഡ്സിനെ ഇന്റർവ്യൂ ആ, ചെയ്തു. ആ. അപ്പൊ അവര് കുറെ വേർഡ്സ് പറഞ്ഞു. എന്താ റിസ്, സ്കിബിഡി, അങ്ങനെ എന്തൊക്കെയോ. അങ്ങനത്തെ അതൊന്നും നമുക്കറിയത്തില്ല. എനിക്കും അറിയില്ല. ഞാനിങ്ങനെ 2K അല്ലേ? അല്ല 90s. 90 ആണോ? ആ. ഞാനും അത് നമ്മളെ അറിയണ്ട, ആരും അറിയിക്കാനില്ല. ആരോടും പറയണ്ട. ഞാൻ മസാല ശരിക്കും 2K ആണെന്നാണ് വിചാരിച്ചിരുന്നത്. അത് എന്റെ കൃത്യനിഷ്ഠമായ ജീവിതശൈലി, ഫിറ്റ്നസ്, ജിം, ഡയറ്റ് ഒക്കെ കൊണ്ട് തോന്നുന്നു. എനിക്ക് നല്ല പ്രായമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇത് കഴിയുമ്പോ മറ്റേ ക്യാമറമാര് മൈക്ക് കൊടുക്കുന്ന പുള്ളികൾ ഇല്ല, അങ്ങനെയല്ല ഇത് അല്ല നിങ്ങൾ പോയിട്ട് ക്യാമറ കുറവായിട്ട് എണ്ണിക്കും. ഇല്ല, ഞാൻ 150 ലെഗ് പ്രസ് അടിക്കണേ. പുള്ളി ഞാൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 150 അത്യാവശ്യം നല്ല. അതെ അതെ, നല്ല കണ്ണീന്ന് പൊന്നിച്ചോർക്കും. അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമില്ല. അല്ല അത് വലിയ ഇത് തന്നെ കേട്ടോ. നമ്മൾ ഈ തമാശ പറയുമെങ്കിലും അവിടെ പോയി കൃത്യമായിട്ട് ഈ വർക്കൗട്ട് ചെയ്യുക, എല്ലാ ദിവസവും പോവുക, നമ്മുടെ ശരീരം ആ ഒരു ഡിസിപ്ലിൻ ഭയങ്കര പാടാണ്. നമുക്കൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകാറുള്ളൂ. പ്രോപ്പറായിട്ട് അങ്ങനെ പോകാനൊന്നും ഉള്ള ഇതില്ല. അതൊരു കഴിവ് തന്നെയാണ്. പറഞ്ഞതേ ഉള്ളൂ. അല്ലല്ല, അതല്ലേ പറഞ്ഞ ഞങ്ങൾ ഈ വയസ്സെന്നൊക്കെ വെച്ച് വെറുതെ പറഞ്ഞേ ഉള്ളൂ പറഞ്ഞു. അതിനൊരു കഴിവാണ്. നല്ല സീരിയസ് ആയിട്ട് പറഞ്ഞു. അല്ലല്ല, അങ്ങനെ പറഞ്ഞല്ലേ ഞാൻ പറഞ്ഞ കാര്യമായിട്ട്. കാരണം അതൊരു വലിയ ഇതല്ലേ, നമുക്ക് പ്രോപ്പറായിട്ട് അത്രയും ദിവസം അത് ചെയ്യാന്ന്. ഡയറ്റ് നമുക്ക് പറ്റില്ല. ഫുഡ് കണ്ട എല്ലാ ഫുഡും എടുത്ത് കഴിക്കുക. ഇവിടെ തന്നെ മഞ്ജു ചേച്ചി പറഞ്ഞു ഇവിടുത്തെ ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല, കുട്ടി ജിമ്മിൽ പോകുന്നുണ്ട്. അതെ, അങ്ങനെ ഇപ്പൊ എത്ര നാളത്തെ ഷൂട്ട്? 40 days ഷൂട്ട് ഉണ്ടായിരുന്നു. അറൗണ്ട് 50. ലൊക്കേഷനിൽ എന്തെങ്കിലുമൊക്കെ ഓർത്തിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടോ? എല്ലാ ദിവസവും ഇതുപോലെ തന്നെയാ. എനിക്കത് ഷൂട്ട് നടത്തി എനിക്കറിയണ്ടേ. ഇൻസിഡന്റ് വെച്ചാൽ ചിലപ്പോൾ താഴെ പരീക്ഷ നടക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? റിയൽ എക്സാം. റിയൽ എക്സാം 85% കോളേജ് തന്നെ. കോളേജ് മിസ് ചെയ്യുന്നത് സത്യം പറയാ. പടം ഓർമ്മ വരുമ്പോൾ കൂടുതലും കോളേജിന് ഓർമ്മ വരണം. നമ്മൾ ഫുള്ള് ക്ലാസ്സിലൊക്കെ ഇരുന്ന് ശരിക്കും എനിക്ക് ഭയങ്കര ഒരു എക്സ്പീരിയൻസ്. നമ്മളങ്ങനെ പോയി +2 ഒക്കെ പഠിച്ച് കോളേജ് വേറെ പരിപാടിയല്ലേ, അപ്പോൾ അങ്ങനെ. ശരിക്കും കോളേജ് ക്യാമ്പസ് സ്റ്റോറീസ് എന്ന് പറയുമ്പം ആൾക്കാർക്ക് എപ്പോഴും ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആയിരിക്കും. ഭയങ്കര എല്ലാവർക്കും ഭയങ്കര നൊസ്റ്റാൾജിയ. നമ്മൾ പഠിച്ച കാലം നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് എല്ലാവർക്കും. അത് പിന്നെ ഓർത്തെടുക്കുമ്പോഴും പെട്ടെന്ന് നൊസ്റ്റാൾജിയ വരാൻ സ്കൂൾ തന്നെ ബെസ്റ്റ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പണ്ട് ഉണ്ടായ ഓർമ്മകൾക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് പണ്ടത്തെ ഒരു സ്റ്റുഡന്റ് ലൈഫിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മിസ് ചെയ്യുന്നത് എന്താ? സിനിമയ്ക്ക് ഒന്നാമത് വേറെ മറ്റ് പ്രഷർ ഇല്ല ജീവിതത്തെ പറ്റി. അതായിരുന്നു മെയിൻ ആയിട്ട്. നമുക്ക് മറ്റേ ഓവർ തിങ്കിങ് ഇല്ലായിരുന്നു അന്നത്തെ കാലത്ത്. അതെ, അത്രേ ഉള്ളൂ. പിന്നെ വേറെ വലിയ പ്രഷറുകളില്ലല്ലോ ജീവിതത്തെ പറ്റി. എന്തോ വരുന്നു, രാവിലെ പോകണം, സിനിമയ്ക്ക് പോവാ, പിന്നെ അവിടെ പോയി ബിരിയാണി ലീവ് എടുക്കുക. അതെ, അതൊക്കെ ഉള്ളൂ അന്നത്തെ. എന്നിട്ട് അവിടെ പോയി ഒളിച്ചിരിക്കുക, ക്ലാസ് കട്ട് ചെയ്തിട്ട്. പോലത്തെ മാസാവസാനത്തിന് ടെൻഷൻ ഇല്ല. അതായത് EMI അടയ്ക്കണം, അത് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ. വീട്ടിൽ നിന്ന് പൈസ മേടിക്കുന്നു, പിന്നെ എന്താവും ഇനി അടുത്ത ഇനി വർക്ക്, അങ്ങനത്തെ ഓവർ തിങ്കിങ്ങുകൾ അന്ന് കുറവായിരുന്നു. കുറച്ച് മാക്സിമം ഏറ്റവും വലിയ പ്രശ്നം പരീക്ഷയായിരുന്നു. പരീക്ഷ വരെ ഉള്ളൂ ഏറ്റവും വലിയ. ഇനി പരീക്ഷയ്ക്ക് ജയിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളേ ഉള്ളൂ. ഇനി ഇപ്പോഴത്തേക്കാട്ടും റിയൽ ടൈം കമ്മ്യൂണിക്കേഷൻ കൂടുതലായിരുന്നു. ഇപ്പൊ തന്നെ നമ്മൾ കുറച്ച് പേര് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഫോൺ എടുത്ത് നോക്കും 10 മിനിറ്റിൽ. അന്ന് എന്നൊക്കെ പറഞ്ഞ കുറച്ചും കൂടി നമ്മളൊക്കെ കോളേജ് സമയത്ത് കേട്ടോ ഫുൾ ടൈം നമ്മൾ എത്ര നേരം 2 മണി വരെയൊക്കെ നമ്മൾ അങ്ങനെ സംസാരിച്ചിരിക്കും. പ്രത്യേകിച്ച് ടോപ്പിക്കൊന്നും ഉണ്ടാവില്ല, വെറുതെ കളിക്ക് ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഞങ്ങൾ രാവിലെ പോകും, 10 മണി തൊട്ട് വീട്ടിൽ പോയി ചോറുണ്ടെന്നു. പിന്നെ എന്തിനാന്ന് അറിയത്തില്ല, അവിടെ വന്നിരിക്കുക, സംസാരിക്കുക. 4 മണിയാകുമ്പോൾ എല്ലാവരും വിളിച്ചു വരുത്തി കളിക്കുക. ഇപ്പോൾ വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഒരു 2 തലമുറ ഇപ്പോൾ അവിടെ പിള്ളേരില്ല. ഞങ്ങൾ തന്നെ എപ്പോഴും ക്രിക്കറ്റ് കളിക്കുന്നത്. വേറെ കുട്ടികൾ വരുന്നില്ല പൊതുവേ. അതിപ്പോൾ ഒരു കുറ്റമായിട്ടല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഇല്ല. ഗ്രൗണ്ടിലോട്ട് വരുന്ന ഈവനിങ് ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്ന ഒരു പാറ്റേണൊക്കെ മാറി. അങ്ങനെ പുറത്ത് പോവുക, അങ്ങനെ ഒരു ഗ്രൗണ്ടിലോട്ട് വരുന്ന പരിപാടി കുറഞ്ഞു. അത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ കുറച്ചൊക്കെ ടർഫുകളിലായി. ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരൊക്കെ രാത്രിയിലാണ് കളിക്കാൻ പോകുന്നത്, ടർഫിലാക്കി കൂടുതൽ. ഗ്രൗണ്ടിൽ വന്ന് കളിക്കാൻ ഇപ്പോൾ ഒരു 9 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ 10-11 വരെ കളിക്കുക. അപ്പം വർക്കിനെയും ബാധിക്കില്ല. അങ്ങനെ വരും. പിന്നെ ടർഫിൽ കളിക്കുമ്പോൾ ഭയങ്കര ശരീര വേദനയാണ് സത്യത്തിൽ മൊത്തത്തിലെ. നമ്മൾ ഗ്രൗണ്ടിൽ കളിക്കുന്നതിനെ അപേക്ഷിച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഭയങ്കര സ്ട്രെയിൻ ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ടർഫിൽ കളിക്കുമ്പോൾ. ഞാൻ കളിച്ചില്ല, എൻ്റെ വീടിൻ്റെ അവിടെ ഒരു ടർഫ്.
അതെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. നല്ല സുഖമാ, വൈകുന്നേരം ടെറസിൽ കയറി നിന്നാ മതി, കണ്ണിന് കുളിർമ കുളിർമള. സൂരജ് എന്താ മിസ് ചെയ്യുന്നേ സ്കൂൾ ലൈഫില്? ഞാനോ? ഞാൻ മിസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പഠിക്കുക. ആണല്ലേ? ഒന്നും പുതിയ തലമുറ അല്ല പറഞ്ഞു എനിക്ക് നമുക്ക് ആർക്കും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. ഓരോ ദിവസവും ഇഷ്ടമായിരുന്നു പഠിക്കാൻ. ആ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് മാത്സ് മാത്രം ഇഷ്ടമല്ല, ടീച്ചർ എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് എല്ലാ സബ്ജക്റ്റും ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടമാണ്, കുട്ടികളൊക്കെ ഇഷ്ടമാണ്. എനിക്ക് ഉറക്കം വരും പീരീഡ് ഇഷ്ടമാണ്. സത്യം. പിന്നെ ഈ രാവിലെ എക്സാം വലിയ ഒക്കെ പറയുന്നൊന്നും വലിയ സ്ട്രെസ് ആയിട്ട് തല കൊടുത്തില്ല. എങ്ങനെയെങ്കിലും പാസ്സാവണം. ഭയങ്കര പ്രഷറായിരുന്നു. ഇതെന്തോ അടിച്ചേൽപ്പിക്കുന്ന പോലെ എനിക്കൊരു ഫീല്. ഇതിങ്ങനെ പഠിച്ച് അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ക്ലാസ്സിലിരിക്കാൻ ഇഷ്ടമല്ല, ഉറക്കം വരും. പ്രത്യേകിച്ച് ഫുഡ്, ഈ സോഷ്യൽ സയൻസ് ഒക്കെ ആണെങ്കിൽ തീർന്നു. അതെ അതെ, ഉച്ചയ്ക്ക് ശേഷം തലവേദന, സോഷ്യൽ സയൻസ് വന്ന ഹിസ്റ്ററി തീർന്നു. അയ്യോ, രാജാക്കന്മാരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഉറക്കം വരും അല്ലേ? എന്നിട്ട് നമ്മളിങ്ങനെ കണ്ണോർന്ന് ഉറങ്ങുമായിരിക്കും. അപ്പൊ സാറ് വിളിച്ചിട്ട് ഞാനിപ്പോ എന്താ പറഞ്ഞേ ആ ഒരു അവസ്ഥയായിരിക്കും. എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ശരിക്കും സ്കൂൾ വെക്കാൻ പാടില്ലോ. പണ്ട് അംഗനവാടികളിലൊക്കെ ഉള്ള പോലെ. ആ അതെ, ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ പോവാ. ആ അത് പിന്നെ നല്ല മുട്ടയും അമൃതം പൊടി അങ്ങനെ വേണം. അത് ശരിയാട്ടോ. ഞങ്ങളുടെ സ്കൂളിൽ കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു. 7ാം ക്ലാസ് വരെ അല്ലേ ഉള്ളൂ. അതെ. ഹൈസ്കൂളിൽ കഞ്ഞിയില്ല. ഇല്ല അത് ഹൈസ്കൂളിൽ ഞാൻ വേദനയോട് തിരിച്ചറിഞ്ഞു. പിന്നെ നമുക്ക് പണ്ട് അരി കിട്ടുമായിരുന്നു, ഒരു കവറില് അരി കിട്ടത്തില്ല. അതിങ്ങനെ എനിക്ക് ഓർമ്മ, എന്റെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഉണ്ട് സ്കൂളിലോട്ട്. അപ്പൊ ഞങ്ങൾ നടന്നായിരുന്നു പോകുന്നത്. അപ്പൊ ഞാൻ ഈ അരി ഇങ്ങനെ തോളത്ത് വെച്ച് ഇങ്ങനെ നടന്നു വീട്. അതൊക്കെ ഒരു കാലം. അധികം വരുന്ന 5 കിലോ കൂടുതൽ അരി എടുക്കും. പിന്നെ ഞങ്ങള് ബോയ്സ് നിക്കാറുണ്ട് അങ്ങനെ. നിങ്ങളും വലിപ്പമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇതിനൊക്കെ പിടിച്ചു നിൽപ്പിക്കുക. അതെ അതെ അത്യാവശ്യം ഉണ്ട് ഉണ്ടായിരുന്നു. ഇതുപോലെ പുസ്തകം കൊടുക്കാൻ അല്ലെങ്കിൽ അരി കൊടുക്കാൻ ഇതൊക്കെ നമ്മളെ പിടിച്ചു നിൽപ്പിക്കുക. അതെ, പെട്ടെന്ന് നോക്കുമ്പോ കാണുന്നത് ഈ ഹൈറ്റ് ഉള്ള ആൾക്കാരായിരിക്കില്ലേ? അതെ അതെ. പിന്നെ നമ്മൾ ഈ സ്കൗട്ടിലൊക്കെ ഉള്ളവരെ പിടിച്ച് നിർത്തും. സ്കൗട്ടിൽ അന്ന് ഈ മറ്റേ യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരുമ്പോ നമ്മളെ വാതൊക്കെ ഇങ്ങനെ നിൽക്കും. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ജിംഖാനയില് അമ്മ കിഡ്ലിനായിട്ട് ഒരു ക്യാരക്ടറൊക്കെ ചെയ്തു. അപ്പൊ എങ്ങനെയുണ്ട് അമ്മയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അമ്മയുടെ അതിന് കുറച്ച് സുമതി വളവൊക്കെ വരുന്നുണ്ട്, ഡിറ്റക്റ്റീവ് അങ്ങനെ കുറച്ച് സിനിമകൾ. എൻ്റെ പിന്നെ മേനെ പ്യാർ കിയ, ഓടും കുതിര, ചാടും കുതിര, അടിനാശം, വെള്ളപ്പൊക്കം, പിന്നെ സുമതി വളവ് ഞാനും അഭിനയിച്ചിട്ടുണ്ട്. പെറ്റ് ഡിറ്റക്റ്റീവ് കുറെ പടം റിലീസ് ആവാനുണ്ട്. കോമ്പറ്റീഷൻ ഉണ്ടോ വീട്ടില്? ഇല്ലില്ല. ഇല്ല. അമ്മയ്ക്ക് കൂടുതൽ പടം വരുമ്പോൾ കട്ട് ചെയ്യും, ഫോൺ എടുക്കില്ല. മറ്റേ നമ്മുടെ ഭരതൻ സിനിമയ്ക്കത്തില്ലേ, മറ്റേ വേണു സാർ ഇരിക്കുന്ന സമയത്ത് 2 പേര് ബുക്ക് ചെയ്യാൻ വരുക ഇരിക്കുക, നിങ്ങളെ അല്ല അമ്മയാ വേണ്ടത് എന്ന് പറയുന്നത് മംഗളം പാടി നിർത്താൻ പോവാ. ശരിക്കും അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ലില്ല. എന്തിന്? ഉള്ളിനുള്ളിൽ ഒരു വിഷമം. പൈസ ഒരു കുടുംബത്തിലേക്കല്ല, എല്ലാം ഒരു പെട്ടിയിലോട്ടാണോ നോക്കണേ പൈസ വീടുന്നത്. അതുകൊണ്ട് കൊള്ളാം. അങ്ങനെ പിന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായത്, എൻജോയ് ചെയ്യല്ലേ അമ്മ. ഭയങ്കര എൻജോയ്മെന്റ്. ലൊക്കേഷനിൽ പോകുന്നു, അമ്മയ്ക്ക് ഇങ്ങനെ ആളുകളോടൊക്കെ സംസാരിക്കും. ലൊക്കേഷൻ ഒത്തിരി ആളുകൾ വരും, സംസാരിക്കുക, അവിടെ സ്പെൻഡ് ചെയ്യുക. അപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ ആളുകൾ കുറവൊക്കെ ഇല്ലേ ഇപ്പൊ സംസാരിക്കാനൊക്കെ. അപ്പൊ ലൊക്കേഷനിൽ പോയി ഫുൾ ചില്ല് ചെയ്ത് നിൽക്കാനും. അതെ അതെ. പിന്നെ ആളുകളൊക്കെ അങ്ങനെ സന്തോഷം. അങ്ങനെ അമ്മ ഭയങ്കര ഹാപ്പിയാ, അതില് നമുക്ക് വലിയ സന്തോഷം. പുറത്തിറങ്ങുമ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം അമ്മയാ ചോദിക്കും. ഞാനിപ്പോ പോകുമ്പോ ഇവിടെ വരുമ്പോ തന്നെ എല്ലാവരും അമ്മ എന്ത് ചെയ്യുന്ന ചോദിക്കും. ഞാൻ കേട്ടു ഇവിടെ കുറെ പേര് ചോദിക്കുന്നത്. അപ്പൊ ഒരു വിഷമമുണ്ടോ? ഇല്ല, ഒരു വിഷമവും ഇല്ല. എന്തിനു വിഷമിക്കുന്നത്? നമ്മള് കഷ്ടപ്പെട്ട് പണിയെടുത്തല്ലേ. അല്ല അതെ, അങ്ങനെ അമ്മ അങ്ങനെ സ്റ്റാർ ആവുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. സന്തോഷം മാത്രമാണ്. അപ്പൊ എന്തായാലും സിനിമ മെയ് 9 തിയേറ്റേഴ്സിലേക്ക് എത്തുവാണോ? അപ്പൊ എന്തായിരിക്കണം മറ്റുള്ള ക്യാമ്പസ് ചിത്രങ്ങളെ വെച്ചിട്ട് ഒരു വടക്കൻ പ്രണയ പർവ്വത്തിൽ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യണ്ടേ? ചോദ്യം എന്നോട് ചോദിക്കുന്നത്. എന്നോട് അരി, +2, ഗൾഫ് അതൊക്കെ ചോദിക്കാന്നല്ലേ പറയുന്നില്ല. നിങ്ങൾക്ക് ഇതുപോലെ ചോദ്യങ്ങൾ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉത്തരങ്ങൾ വരും. നല്ലതാണ്. നീ നമ്മളൊക്കെ കുറ്റം പറഞ്ഞോ, നീ പറയില്ല. പറഞ്ഞിട്ട് പോയാ മതി. എന്തായാലും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും, ഉറപ്പാണ്. പിന്നെ നമ്മളൊക്കെ കഷ്ടപ്പെട്ട് അഭിനയിച്ച് ഇതിന്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. എല്ലാ സിനിമയുടെ പുറകിൽ കഷ്ടപ്പാടുണ്ട്. എങ്കിലും ആരും കാണാതെ പോകരുത്. നമ്മളൊക്കെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ
പിന്നെ ആരും വിളിക്കില്ല. ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷയുണ്ട്. നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം, നിങ്ങളും സപ്പോർട്ട് ചെയ്യാം. ഷുവർ. ഓക്കെ. പിന്നെ ഇത് വിജയ് ചേട്ടനും ഋഷിയുടെ ഒക്കെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. പലരും സപ്പോർട്ട് ചെയ്യണം. പുതിയ 2 ഡയറക്ടേഴ്സ് കാരണം ഈ നമ്മളിപ്പോ രണ്ട് ഡയറക്ടേഴ്സ് ഉണ്ട് അല്ലേ? അതെ, ഇപ്പൊ നമ്മളിപ്പോ ഇത് കഴിഞ്ഞ കുറെ കടകളൊക്കെ എല്ലാത്തിലും ചെയ്യും. അവര് 2-3 വർഷമായിട്ട് ഇതിന്റെ പുറകിലാണ്. അവരുടെ ഇത്ര എഫേർട്ടാണ് ഇതിനകത്തുള്ളത്. അപ്പൊ എല്ലാരും അത് കണ്ട് ഞങ്ങളെ അവരെയും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അതാണ് പറയാനുള്ളത്. അതെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പുതിയ 2 ഡയറക്ടേഴ്സാണ്, പുതിയ പ്രൊഡക്ഷൻ കമ്പനിയാണ്. അപ്പം ഇത് വിജയിക്കുന്നതനുസരിച്ച് വീണ്ടും കൂടുതൽ പുതിയ പ്രൊജക്റ്റുകളുണ്ടാവും. അപ്പം എല്ലാവർക്കും അപ്പം എല്ലാവരും അഭിനയിക്കാനും പ്രൊഡക്ഷനിലേക്ക് വരാൻ, ഡയറക്ഷനിലേക്ക് വരാനും ആളുകൾക്ക് ഒരുപാട് നമ്മളെല്ലാവരും ഇങ്ങനെ സിനിമ ആഗ്രഹിച്ച് ഇപ്പോൾ ഈ എറണാകുളത്ത് അങ്ങോട്ട് പോയാൽ തന്നെ കാണാം ഇതുവേണ്ടി ഒരു സിനിമ ഇങ്ങനെ ആഗ്രഹിക്കുക. അപ്പം ഇതൊരു അങ്ങനെ ഇങ്ങനെയുള്ള സിനിമകൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും ഭയങ്കര ഒരു ഇതായിരിക്കും. ഇതിൽ തന്നെ ഒരുപാട് ന്യൂ കമേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു ലൈഫാവും. അതെല്ലാവരും സമയം കിട്ടുന്നതനുസരിച്ച് പോയി കാണണം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ഒരു വടക്കൻ പ്രണയ പർവ്വം. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം പോലെ തിയേറ്ററിൽ വളരെ വലിയൊരു ഹിറ്റ് ആവട്ടെ, നിങ്ങൾക്ക് ഒരുപാട് സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ, നമുക്ക് ഇനി ഇതുപോലെ ഇരിക്കാൻ സാധിക്കട്ടെ. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു.